ഇതൊരു സാധാരണ ആനയുടെ മടക്കയാത്രയല്ല. ഒരു വീരൻ്റെ, പൂരപ്പറമ്പുകളെ കോൾമയിർ കൊള്ളിച്ച ഒരു വീരൻ്റെ മടക്കയാത്രയാണ്. അതെ, മംഗലാംകുന്ന് അയ്യപ്പൻ്റെ അവസാന യാത്ര. പൂരപ്പറമ്പുകളിൽ, വേലപ്പറമ്പുകളിൽ, ഉത്സവപ്പറമ്പുകളിൽ ജനലക്ഷങ്ങളെ കൂട്ടിയ, ജനലക്ഷങ്ങളെ രോമാഞ്ചകഞ്ചുകമണിയിച്ച ഒരു വീരൻ മംഗലാംകുന്ന് അയ്യപ്പൻ. മംഗലാംകുന്ന് ദേശത്തിൻ്റെ പെരുമ, പാലക്കാടിൻ്റെ പെരുമ ദേശദേശാന്തരമെത്തിച്ച മംഗലാംകുന്ന് അയ്യപ്പൻ വിടവാങ്ങുകയാണ്. അവസാന യാത്രയയപ്പിനായി അവനെ സ്നേഹിക്കുന്ന ഒട്ടനവധി പുരുഷാരം പാലക്കാട്ടേക്ക്, മംഗലാംകുന്ന് തറവാടിൻ്റെ മുറ്റത്തേക്ക് കടന്നു വന്നു. കാരണം അയ്യപ്പൻ എത്തുന്നത് നോക്കി അയ്യപ്പൻ്റെ രാജകീയ വരവും കാത്ത പൂരപ്പറമ്പുകളിൽ കാത്തുനിന്നവരാണ് ഇവരിൽ പലരും. അതെ, മംഗലാംകുന്ന് അയ്യപ്പൻ ഇനിയില്ല. ആ സത്യം ഓരോ കാഴ്ചക്കാരൻ്റെയും കണ്ണുകളിൽ കണ്ണുനീരായി നമുക്ക് കാണുവാൻ സാധിക്കും. മംഗലാംകുന്ന് അയ്യപ്പൻ കർണാടകയിൽ നിന്നും കേരള മണ്ണിലേക്ക് വന്ന കേരളത്തിലെ ആനപ്രേമികളുടെ മനസ്സു കീഴടക്കിയവൻ. അയ്യപ്പന്റെ കരിയഴകിനു മുന്നിൽ നാട്ടാനകൾ മാറി നിന്നു. അവന്റെ തലപ്പൊക്കത്തിനു മുന്നിൽ ഏതൊരാനയ്ക്കും സ്ഥാനമുണ്ടായിരുന്നില്ല. ഒറ്റക്കൊമ്പനായിരുന്നെങ്കിലും ഒറ്റക്കൊമ്പനാണെന്ന് പുറം ലോകമറിയാതെ ഗജസാമ്രാട്ടായി വാണ ഗജരാജ വൈഡൂര്യം മംഗലാംകുന്നയ്യപ്പൻ യാത്രയാവുകയാണ്. പൂരകേരളത്തിനോട്, ആനക്കേരളത്തിനോട് ഒക്കെ വിട പറയുന്നു. അവൻ രചിച്ച ചരിത്രങ്ങൾ മറ്റാർക്കും തിരുത്തിക്കുറിക്കുവാൻ സാധിച്ചിട്ടില്ല. തൃശൂർ പൂരത്തിനടക്കം നെടുനായകത്വം വഹിച്ച പ്രൈവറ്റ് ആനകളിൽ അപൂർവമായ പ്രൈവറ്റ് ആനകളിൽ ഒരാളാണ് മംഗലാംകുന്ന് അയ്യപ്പൻ. തിരുവമ്പാടി ദേവസ്വം സ്വന്തമാക്കാൻ ആഗ്രഹിച്ച ഗജവീരൻ. പക്ഷേ അവനെ വിട്ടുകൊടുക്കുവാൻ അവൻ്റെ ഉടമസ്ഥർ തയ്യാറായിരുന്നില്ല. അത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു മംഗലാംകുന്ന് സഹോദരങ്ങൾക്ക് മംഗലാംകുന്ന് അയ്യപ്പൻ. മംഗലാംകുന്ന് തറവാടിൻ്റെ പെരുമ ദേശദേശാന്തരം എത്തിച്ചവൻ. ജ്യേഷ്ഠന്മാരായ കർണന്റെയും ഗണപതിയുടെയും അടുത്തേക്ക് അവനും മടങ്ങുകയാണ്. അവൻ്റെ അവസാന ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. മംഗലാംകുന്ന് അയ്യപ്പൻ പൂരനായകനായി വാഴുവാനുള്ള യോഗമുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള ഭാഗ്യമുണ്ടായില്ല. 2003 തിരുവമ്പാടിയുടെ നായകൻ ചന്ദ്രശേഖരൻ ചരിഞ്ഞതിനു ശേഷം അയ്യപ്പനെ സ്വന്തമാക്കുവാൻ തിരുവമ്പാടിക്കാർ ശ്രമിച്ചുവെങ്കിലും മംഗലാംകുന്ന് സഹോദരങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായില്ല. 2005 പാറമേക്കാവ് പരമേശ്വരന്റെ വിയോഗത്തിനു ശേഷം പാറമേക്കാവ് ദേവസ്വവും അയ്യപ്പനെ വാങ്ങുവാൻ നോക്കിയെങ്കിലും അന്നും ഉടമകൾ കൈമാറ്റത്തിന് താല്പര്യം കാണിച്ചില്ല. നല്ല ഉയരവും നാടൻ ആനകൾക്ക് തുല്യമായ അഴകും ലക്ഷണ തികവുകളും നാടൻ ആനകൾക്കത്ര വഴങ്ങാത്ത തലപ്പൊക്കവും സംഗമിക്കുന്ന അപൂർവ ജന്മം അതായിരുന്നു മംഗലാംകുന്ന് അയ്യപ്പൻ. ഈ മേന്മകൾ കൊണ്ട് തന്നെ എഴുന്നള്ളിപ്പിന് ചിട്ടയുള്ള ലക്ഷണ ഉത്സവങ്ങളിലും അളവിലും തലപ്പൊക്കത്തിലും പ്രാധാന്യമുള്ള മത്സരപ്പൂരങ്ങളിലും ഒരുപോലെ വഴങ്ങുന്ന അതുല്യ ഗജപ്പിറവിയായി മാറി മംഗലാംകുന്ന് അയ്യപ്പൻ. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിനും വേലകളുടെ വേലയായ നെന്മാറ വേലയ്ക്കും തിടമ്പേറ്റി എഴുന്നള്ളിയ അപൂർവം ആനകളിൽ ഒരാളാണ് മംഗലാംകുന്ന് അയ്യപ്പൻ. വള്ളുവനാട്ടിലെ ചുരവും കടന്ന് വള്ളുവനാട്ടിലെ മണ്ണിൽ തന്നെ വളരുവാൻ കാലം നിയോഗം കൊടുത്ത ഗജപ്പിറവി, ഒറ്റ നിലവിന്റെ വൈഡൂര്യ ശോഭ. പൂരപ്പറമ്പുകളിലേക്ക് ആരോഗ്യവാനായി ആരെയും ത്രസിപ്പിക്കുന്ന നിലവുമായി അയ്യപ്പൻ മടങ്ങി വരുന്നതും കാത്തിരുന്ന ആനക്കേരളത്തിന് പക്ഷേ ആ വേദനിപ്പിക്കുന്ന വാർത്തയാണ് അവരെ തേടിയെത്തിയത്. അയ്യപ്പൻ ചരിഞ്ഞിരിക്കുന്നു. പൂരകേരളത്തിൽ ഇനി അയ്യപ്പനില്ല. ഉത്സവപ്പറമ്പുകളിൽ എതിരാളികളെ വെല്ലുന്ന തലയെടുപ്പോടുകൂടി വന്നു നിൽക്കുവാൻ, ആളുകളെ ത്രസിപ്പിക്കുവാൻ, രോമാഞ്ച കഞ്ചുകമണിയിക്കുവാൻ ഇല്ല. അയ്യപ്പൻ ഇനിയില്ല. അവൻ പോയിരിക്കുന്നു അവന്റെ സഹോദരങ്ങളുടെ വഴിയെ. വനം മയക്കും മനോഹാരിത വഴിഞ്ഞൊഴുകും കരിയഴകും കാഴ്ചക്കാരനെ രോമാഞ്ച കുഞ്ചകനാക്കുന്ന അമ്പരച്ചുംബിയായ തലയെടുപ്പോടുകൂടി കലിയുഗവരതന്റെ നാമം കടമെടുത്തുകൊണ്ട് കലിയുഗത്തിൽ പിറവിയെടുത്തവൻ. അതേ, അയ്യപ്പന്റെ ഉത്രനാളിൽ മംഗലാംകുന്ന് അയ്യപ്പനും മടങ്ങുകയാണ് അവന്റെ സഹോദരങ്ങളുടെ അടുത്തേക്ക്. അയ്യപ്പ, നിനക്ക് മരണമില്ല. മലയാളി ഉള്ളിടത്തോളം കാലം നിന്നെ ഓർക്കും. അയ്യപ്പന അബാക് മീഡിയയുടെ പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്.